ഹലോ, ഇന്നൊരു ഐറിഷ് സോഡ ബ്രെഡിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്ന ബ്രെഡാണ്. ഇൻസ്റ്റൻ്റായിട്ടൊക്കെ ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഓക്കെ, ഇതങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. സോഡ ബ്രെഡിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടോ ഒത്തിരി നേരം പ്രൂഫ് ചെയ്തോ ഡൗ മിക്സ് ചെയ്ത് വെച്ചിട്ടോ ഒന്നും ബേക്ക് ചെയ്യുന്ന സോഡോ ബ്രെഡ് പോലെ അത്രയും ടാസ്ക് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഭയങ്കര ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് കണ്ടോ, എന്ത് നന്നായി ക്രസ്റ്റ് നല്ലോണം ക്രംബ്ലി ആയിട്ട് ഇത് കണ്ടില്ലേ, അതിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലേ, വളരെ എയറേറ്റഡ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ലേ. ഞാൻ റീസൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാണാം, നല്ലോണം സ്കോർ ചെയ്ത് കൊടുത്ത് നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ യൂസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം മിക്സായിട്ടും എടുക്കാം കേട്ടോ. ഞാൻ 4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തേക്കുന്നത്. ഈ ഒരു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നമ്മൾ ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നതനുസരിച്ച്, അതായത് വെള്ളത്തിൻ്റെ അളവ് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പേടിക്കൊന്നും വേണ്ട, വെള്ളം കൂടിപ്പോയാലും ഒരു ഇച്ചിരി പൊടി കൂടി ചേർത്ത് നമ്മൾ ബ്രെഡ് റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലിതേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ഒഴിവാക്കാം, നിർബന്ധമില്ല ഷുഗർ ചേർത്ത് കൊടുക്കണമെന്ന്. ഇപ്പം ഞാനൊരു 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതിൻ്റെ അളവൊന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഹെൽത്തി സൈഡ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല. ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടവും ആ ഒരു പൊടിയൊക്കെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇതിൽ നമ്മൾ വെജിറ്റബിൾ ഓയിലൊന്നും ചേർക്കുന്നില്ല, ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടും കേട്ടോ. അപ്പം ബട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ കോൾഡ് ബട്ടർ തന്നെ യൂസ് ചെയ്യാം. നമുക്ക് ഇതിൽ റൂം ടെമ്പറേച്ചറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലൊന്നിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഇനി അടുത്ത ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതൊരു ക്രൂഷ്യൽ സ്റ്റെപ്പ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ആ ബട്ടർ ഫ്ലോറിൻ്റെ എല്ലായിടത്തും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്രെഡ് നല്ല ക്രംബ്ലി ആയിട്ട് കിട്ടും. നല്ല നിറയെ ക്രംസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്രംസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണിത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബട്ടർ മിൽക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സോഡ ബ്രെഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ ഫെർമെൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഈ ബട്ടർ മിൽക്കും നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടിയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എഗ്ഗൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എഗ്ഗ് അലർജിക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എഗ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 എഗ്ഗിന് പകരം ഞാൻ ഫ്ലാക്സ് സീഡിൻ്റെ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ റെസിപ്പീസിലെല്ലാം ഞാൻ എഗ്ഗിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഫ്ലാക്സ് സീഡ് പൗഡറായിരിക്കും യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഒരു എഗ്ഗിന് പകരം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡർ 3 ടേബിൾ സ്പൂൺ വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതനുസരിച്ചിട്ടൊന്ന് റേഷ്യോ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് പോലെ തന്നെ അതേ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടും. ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അതിൻ്റെ ഇതുപോലെ ഒന്ന് ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ചിൻ്റെ സെസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അകത്തുള്ള വൈറ്റ് വരാണ്ട് ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. വൈറ്റ് വന്നു കഴിഞ്ഞാൽ ബിറ്ററായി പോകും, കഴിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹാഫ് ഓറഞ്ചോ അല്ലെങ്കിൽ ഫുൾ ഓറഞ്ചിൻ്റെ സിസ്റ്റോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിന് പകരം ലെമണിൻ്റെ സിസ്റ്റും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സിട്രസ് ഫ്ലേവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് ഡൗവിൽ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊരു ഇതുപോലൊരു നടുക്കൊരു കുഴി ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിപ്പോൾ ജസ്റ്റ് ഒരു ഇനിഷ്യൽ മിക്സ് എന്നോണം നമുക്ക് സ്പൂൺ യൂസ് ചെയ്യാം. പക്ഷേ കൈ തന്നെയാണ് ഇതിന് എപ്പോഴും നല്ലത് കേട്ടോ. റിയൽ ഹാൻഡ്സിൻ്റെ വർക്ക് വേറൊന്നും പോലെ വരില്ല. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് എല്ലാം ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂണിൻ്റെ ഹെൽപ്പ് എടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ടേബിൾ ടോപ്പിൽ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ച് പൊടി ഇങ്ങനെ തൂക്കി കൊടുത്തിട്ട് നമുക്ക് ഫുൾ അതിൻ്റെ ഫ്ലോർ മിക്സിനെ നമുക്കൊന്ന് ടേബിളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒത്തിരി ശക്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഭയങ്കര ഈസി ആയൊരു പ്രോസസ്സ്. ശരിക്കും പറഞ്ഞാൽ വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂടി കിട്ടാനായിട്ട് ഒരു ഇച്ചിരി ടൈം എടുക്കും. ഒരു മിനിറ്റൊക്കെ എടുക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ ഒത്തിരി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ. ഓവർ മിക്സ് ചെയ്താലും കട്ടി കൂടിപ്പോവും. ആക്ച്വലി ഡോ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഒത്തിരി മിക്സ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ആ പൊടി എല്ലാ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം ഒന്ന് പൊടിയും ഒക്കെ എല്ലായിടും ഒന്ന് എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഒരു ഷേപ്പ് ഒന്ന് എൻഷുർ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കി
ഒരു സൈഡ് നമ്മൾ നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് തിരിച്ചിട്ടിട്ട് അവിടെ നിന്ന് റോൾ ചെയ്ത് കൊടുത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി പൊടിയൊക്കെ തൂക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യമെങ്കിൽ ഈ ഒരു സമയത്താണ് ഞാൻ പറയാം, വെള്ളം കൂടിപ്പോയി എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ റോൾ ചെയ്തെടുക്കണം. ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. ഇനി ഒരു ഇച്ചിരി പൊടി ഞാൻ തൂക്കി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ക്രസ്റ്റ് ഫോം ചെയ്യാനാണേ. നമ്മൾ നേരത്തെ ആദ്യം കണ്ടില്ലേ, ഒരു ക്രസ്റ്റ് നല്ലോണം കിട്ടില്ല. നമ്മൾ ബ്രെഡൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയില്ല ഒരു ക്രസ്റ്റ് കിട്ടും എന്നുള്ളത്, പുറമേ കുറച്ച് റഫായിട്ട് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിയിട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് ജെൻറ്റിലായിട്ട്, ഒത്തിരി ശക്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. ഇതാണ് സോഡ ബ്രെഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ, എന്നിട്ട് ഇതിന് പോലെ ഒന്ന് നിവർത്തി എടുത്ത് കൊടുത്തിട്ട് നമുക്ക് റേസിൻസ് ഇട്ട് കൊടുക്കാം. റേസിൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരും ഈ ബ്രെഡിന്. നമുക്ക് റേസിൻസ് ഇല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കാം, ക്രാൻബെറീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ കണ്ടോ, ഇതുപോലെ ഞാനൊന്ന് റോൾ ചെയ്തെടുത്ത് എല്ലായിടത്തും ആ റേസിൻസ് എത്തിയോ എന്ന് മേക്ക് ഷുവർ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല രസമല്ലേ പ്രോസസ്സ് ചെയ്യാൻ? ഇത് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. വളരെ റിലാക്സിങ് ആയിട്ടുള്ളൊരു സംഭവം. ഓരോ ലെയറായിട്ട് ചെയ്യുക, 4-5 ലെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, നിങ്ങളുടെ ഒരു മനോധർമ്മം പോലെ ഇത് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ എല്ലായിടത്തും ഒന്ന് റേസിൻസ് എത്തിക്കുവാണ് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ എല്ലായിടവും ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബ്രെഡ് റോൾ ചെയ്യുന്ന പോലെ ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ റോൾ ചെയ്ത് ഒരു ബോൾ പോലെ ആക്കി എടുക്കുക. അതിൻ്റെ കുറച്ച് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ആ ഒരു ക്രസ്റ്റ് ഫോമേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ, ക്രസ്റ്റ് നമ്മളറിയില്ലേ, ബ്രെഡ് കഴിക്കുമ്പോഴത്തേക്കും ഒരു ക്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ റോൾ ചെയ്തെടുക്കും. നല്ലോണം റോളായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഷേപ്പ് വേണ്ടല്ലേ, ഒരു ഓൾമോസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് ബണ്ണിൻ്റെ ഒക്കെ ഒരു ഷേപ്പില്ല, നമ്മൾ ബൺസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കണ്ടോ, പൊട്ടിയൊന്നും പോയിട്ടില്ല, കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആഹാ, എന്താ ഭംഗിയല്ലേ. യെസ്, കണ്ടില്ലേ, ഇതുപോലെ നല്ലോണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനൽ ടച്ച് എന്നോണം കുറച്ച് പൊടിയും കൂടി തൂക്കി എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ആൻഡ് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ട്രെയിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കാനായിട്ട് ഓയിലിൻ്റെയോ ബട്ടറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് പൊടിയൊന്ന് തൂക്കി കൊടുത്താൽ മതി. ബ്രെഡ് ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഡോയുടെ മിക്സ് എടുത്തൊന്ന് വെച്ച് കൊടുക്കാം. ഒന്നും കൂടി ഒരു ഫൈനലായിട്ടൊന്ന് ഷേപ്പ് എൻഷർ ചെയ്യുവാണ്, റൗണ്ട് തന്നെയാണോ എന്നൊക്കെ. ഇത്രേ ഉള്ളൂ. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് എടുത്തിട്ട് നമുക്കൊന്ന് ഹാഫ് വേ ത്രൂ ഒന്ന് സ്കോർ ചെയ്ത് കൊടുക്കാം. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിൽ നല്ലോണം ബേക്ക് ചെയ്ത് കിട്ടാനാണ്, നല്ലോണം കുക്കാവണമല്ലോ, അതിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. സ്കോറിങ് പല രീതിയിൽ ചെയ്യാം, നല്ല ഡിസൈനിലൊക്കെ സ്കോർ ചെയ്തെടുക്കാം. ഇതൊരു ഈസി വേ ഓഫ് സ്കോറിംഗ് ആണ്. ഇത് ബേക്ക് ചെയ്യുന്നത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പം അവൻ നിങ്ങളുടെ കയ്യിലുള്ള ബ്രാൻഡ് അനുസരിച്ച് OTG ഒക്കെ ടെമ്പറേച്ചർ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു 20 മിനിറ്റ്സ് എക്സ്ട്രാ ഒക്കെ ബേക്ക് ചെയ്തേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്ത് നോക്കണം കേട്ടോ. എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തട്ടുമ്പോൾ ഒരു ഹോളോ സൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇത്രേ ഉള്ളൂ. തണുക്കാനായിട്ട്, അതൊന്ന് കൂൾ ചെയ്യാനായിട്ടൊരു 10 to 15 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും. വാമായിട്ട് തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയത്. ശരിക്കും പറഞ്ഞാൽ ബട്ടറിൻ്റെയോ ചീസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇതിനും കാണാൻ നല്ല ഭംഗിയായി വന്നിട്ടില്ലേ? കണ്ടോ, അടിവശമൊക്കെ നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. ആഹാ, ആ സ്കോർ ചെയ്ത് കൊടുത്തൊക്കെ എന്ത് രസമായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാവേ. ആ റേസിൻസ് ഒക്കെ ആഹാ, എന്ത് ഭംഗിയല്ലേ കാണാൻ. വളരെ ടേസ്റ്റി ആട്ടോ ഇത്. നല്ലോണം ക്രംസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രസ്റ്റ് ഫോം ആയിരിക്കുന്നുണ്ട്. ആഹാ, എന്താ ഭംഗി.
നല്ലോണം എയറേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയെങ്കിലും മണിക്കൂർ നമ്മൾ എന്താ പറയുക പ്രൂഫൊക്കെ ചെയ്തെടുക്കുന്നത് പോലെയാണ്. പക്ഷേ അല്ല, വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്ത് കിട്ടിയില്ലേ. ഇതാണ് ഇതിൻ്റെ മാജിക്. ഇതാണ് നമ്മുടെ സോഡ ബ്രെഡ്. എന്ത് ടേസ്റ്റാണെന്നറിയോ? ഈ ഒരു സിട്രസ് ഫ്ലേവർ ഉണ്ടല്ലോ, നമ്മുടെ ഓറഞ്ചിൻ്റെ സെസ്റ്റ് ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പറഞ്ഞില്ല, ബട്ടർ ഒന്നും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാവുന്ന പിന്നെ ഐറിഷ് സോഡ ബ്രെഡ് നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാമല്ലോ. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.